ബേക്കൽ ഫോർട്ട് കാണാനുള്ള എൻ്റെ യാത്ര ആലുവിൽ നിന്ന് ആരംഭിച്ചു. സ്ലീപ്പർ ക്ലാസ്സിലാണ് ഞാൻ ഇപ്രാവശ്യം പോകാൻ നോക്കിയത്. അത് ഭയങ്കര ചൂടായിരുന്ന സമയത്ത് AC എടുത്താൽ മതിയായിരുന്നു പിന്നീട് എനിക്ക് തോന്നി. ട്രെയിനിൽ ആലുവിൽ നിന്ന് അധികം ആളുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീടുള്ള സ്റ്റേഷനിൽ നിന്ന് തൃശ്ശൂരിൽ നിന്നൊക്കെ കുറേ ബംഗാളീസ് കയറി. കാരണം അവർ ദസറ ആരംഭിക്കുകയാണ്. ബംഗാളീസും പിന്നെ ബീഹാറിലേക്കുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. സോ ട്രെയിൻ നിറയെ മലയാളീസ് അല്ലായിരുന്നു, ബംഗാളീസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ എവിടെ പോയാലും അങ്ങനെ തന്നെയാണല്ലോ. പോകുന്ന വഴിക്ക് കണ്ടൽക്കാടുകൾ കുറേ കാണാൻ പറ്റി. കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം കണ്ടൽക്കാടുകളാണ്. കാസർഗോഡ് തന്നെ മുമ്പ് കണ്ടൽക്കാടുകളുടെ ഒരു മഹാപ്രളയം തന്നെ സൈഡുകളിൽ കാണാൻ പറ്റും. നല്ല രസമാണ് ഇത് കണ്ടൽക്കാട് കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടൽക്കാടാണെന്ന് അറിഞ്ഞാൽ ഞാൻ അടുത്ത കാലത്തായിരുന്നു. പിന്നെ ഞാൻ കാഞ്ഞങ്ങാട് എന്ന സ്ഥലത്തിറങ്ങി. കാഞ്ഞങ്ങാട് ഇറങ്ങിയിട്ട് വേണം, അതാണ് അടുത്ത സ്റ്റോപ്പ്. അല്ലെങ്കിൽ ബേക്കൽ ഫോർട്ടിൻ്റെ സ്റ്റോപ്പുണ്ട്. പക്ഷേ എൻ്റെ ട്രെയിൻ മംഗള ട്രെയിൻ ആയ കാരണം കാഞ്ഞങ്ങാട് ഇറങ്ങിയിട്ട് വേണം പോകാൻ. അവിടെ ഞാൻ ബസ് പിടിച്ചിട്ട് ബേക്കൽ ഫോർട്ടിലെത്തി. അപ്പോൾ ഒരു 6 മണി ആവാറായി. ഈ ഒരു സ്ഥലമാണ് ബേക്കൽ ഫോർട്ടിലേക്കുള്ള എൻട്രൻസ്. ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം, ഇവിടെ എല്ലാം ചെങ്കല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയത്. പില്ലേഴ്സ് എല്ലാം ചെങ്കല്ലാണ്. ഈ നാട് തന്നെ ചെങ്കല്ലാണെന്ന് തന്നെ പറയാം. അടിയിലേക്ക് പോയ എല്ലാം ചെങ്കല്ലാണ്. അവിടെ നിന്നൊരു പാലമുണ്ട് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ. അപ്പോൾ ഞാനവിടെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ ലോഡ്ജ് അവിടെ പലയിടത്തായിട്ട് ലോഡ്ജുണ്ട്. 2000, 2500, 3500 ലോഡ്ജുണ്ട്. കുറച്ചുകൂടി ചീപ്പായ ലോഡ്ജ് പാലം കഴിഞ്ഞാൽ കിട്ടുമെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ അങ്ങോട്ട് നടക്കേണ്ടത് അവിടെ ബേക്കൽ ബീച്ച് പാർക്ക് എന്നൊരു പാർക്കുണ്ട്. അപ്പോൾ ആ പാർക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് നടന്നെത്താറായപ്പോഴേക്കും ഏതാണ്ട് സന്ധ്യ മയങ്ങി രാത്രി ആരംഭിക്കാനുള്ള ഒരു ചട്ടവട്ടമൊക്കെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഒരാൾ എന്നെ വന്ന് പിടിച്ചു. അയാൾക്ക് 30 രൂപ വേണമെന്ന് പറഞ്ഞു. അത് അയാൾക്കല്ല, ഈ ബേക്കൽ ബീച്ച് ഫോർട്ടിന് നമ്മൾ കയറണമെങ്കിൽ, ബേക്കൽ ബീച്ച് ഫോർട്ട് അല്ല, ബീച്ച് പാർക്കിൽ കയറണമെങ്കിൽ നമുക്ക് ഒരു ടിക്കറ്റ് എടുക്കേണ്ടി വരും. 30 രൂപ ടിക്കറ്റ് എടുക്കണം. കണ്ടോ, ബൈക്കിന് 20, കാറിന് പിന്നെ ആൾക്കാർക്ക് നമുക്കൊക്കെ 30 രൂപയുടെ ഫീസാണ്. അപ്പോൾ അത് കൊടുത്തു കയറി. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അതിവിശാലവും മനോഹരമായ ഒരു പാർക്കാണ് എനിക്ക് കാണാൻ പറ്റിയത്. നിങ്ങൾക്ക് കാണാമല്ലോ, ഇത് ഫുൾ മെഡോസ് നിറച്ചിട്ടുണ്ട്. പിന്നെ രാത്രി ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബീച്ച് നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ബേക്കൽ ബീച്ച് പാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. തൊട്ടടുത്ത് വേറൊരു കാപ്പിൽ ബീച്ചോ അങ്ങനെ ഒരു ബീച്ചിനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഇതിനേക്കാൾ മനോഹരം അവിടെ ഉള്ളവർക്ക് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ എന്തായാലും ഇവിടെ പോയുള്ളൂ. സോ ഇവിടെ എന്തായാലും രാത്രി ഇങ്ങനെ നല്ല രസമുണ്ട്, ഇങ്ങനെ ഈ ലൈറ്റൊക്കെ വെച്ചിട്ട്. പിന്നെ ഇവിടെ അധികം മുസ്ലിം പോപ്പുലേഷൻ കൂടുതലായിരുന്നു. ഇങ്ങനെ കറുത്ത പറതിട്ട് സ്ത്രീകളെ കുറേ കാണാം. ഞാനിങ്ങനെ കണ്ടേക്കുന്നത് സൗദി പാർക്കിൽ മാത്രമാണ്. സൗദിയിലും പാർക്കുണ്ട്, അവിടെ ചെന്നാലും ഇങ്ങനെ ആൾക്കാർ കാണാൻ പറ്റും. ഇന്ന് ഇവിടെ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അത് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. അതായത് ബീച്ചിൽ ഉള്ള മാരേജ് ഫംഗ്ഷൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് ആകാശം കാണുമ്പോൾ നല്ല രസമുണ്ട്. അതിൽ പല ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നു. അവിടെ ഒരു ബീച്ചും കൂടെ അടുത്തുണ്ടെങ്കിൽ നല്ല രസമാണല്ലോ. സോ ഇവിടുത്തെ നാട്ടുകാർക്ക് ഇവിടെ നല്ല രസമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വൈകുന്നേരം ഈ ബീച്ച് വന്നിരിക്കാൻ തന്നെ അതിമനോഹരമായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ 90s ഇത് ഇത്രയൊന്നും ഡെവലപ്പായിട്ടുണ്ടാവില്ല. അന്ന് എനിക്ക് പോയ അവസരം കിട്ടിയാണ്. ഞാൻ അന്ന് പോയില്ല. ഞാൻ അത് കാരണമാണ് ഇന്ന് ഞാൻ വന്നത്. അന്ന് പോകാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അത് കാരണം ഇന്ന് വന്ന് കണ്ടത് നന്നായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും കൊല്ലം കഴിഞ്ഞപ്പോൾ കുറേ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട് ഇവിടെ. സോ ഈ വടക്കൻ കേരളത്തിൽ ഇതുപോലെ മനോഹരമായൊരു ബീച്ച് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മോളിക്കടെ ഒരാളിങ്ങനെ പോകുന്ന നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഒരു കല്യാണം നടക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ കല്യാണത്തിന് കൂടാമായിരുന്നു. പക്ഷേ എന്തോ ഇപ്പോൾ എനിക്കത് കയറാൻ തോന്നിയില്ല. കുതിര സവാരിയുണ്ട് അതിൻ്റെ ഉള്ളിൽ. കുതിരയ്ക്ക് എത്രയാണോ ചാർജ് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് കുപ്പികൾ ഇടുന്ന ഒരു സ്ഥലം കണ്ടു. ഈ പയ്യന്മാരവിടെ കുക്കിങ്ങിന് വന്നതാണ്. ഈ ഒരു സൈഡ് ഇവിടെ നിന്ന് വലതുവശം മുഴുവനും ഒരു കല്യാണ പാർട്ടിക്ക് കൊടുത്തേക്കാണ്. അങ്ങോട്ടേക്ക് പൊതുജനങ്ങളെ കയറ്റില്ല. അവിടെ സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് കടന്ന് അവരെ നമ്മൾ തടയുന്നുണ്ട്. കാരണം ആ ഒരു ഏരിയ മുഴുവൻ എനിക്ക് തോന്നുന്നു ഒരു ദിവസം വാടകയ്ക്ക് എടുത്തേക്കാനായിരിക്കാം. സോ ഈ ബീച്ചിൽ വെച്ചിട്ടുള്ള കല്യാണങ്ങൾ രസമാണ്. ഞാൻ നേരിട്ട് കാണുകയുണ്ടായി. ആദ്യമായിട്ടാണ് കണ്ടത് ബീച്ചിൽ വെച്ചിട്ടുള്ള. പിന്നെ ഇപ്പോഴത്തെ കല്യാണങ്ങൾക്കൊക്കെ ഭയങ്കര എക്സ്പെൻസീവായിട്ടും ഭയങ്കര ആർഭാടമായിട്ടുള്ള കല്യാണങ്ങളാണ്. എന്തിനാണ് ഇങ്ങനെ കല്യാണം കഴിക്കുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എനിവേ കല്യാണം കഴിക്കുന്നവർ കഴിച്ചോട്ടെ. പിന്നെ ഈ ബീച്ചിൻ്റെ ഉള്ളിൽ ഇതേപോലെ കുറച്ച് നല്ല ക്ലീൻ ബീച്ചാണ്. അത്ര ഫോർട്ട് കൊച്ചി പോലൊന്നും അല്ല. ഇവിടെ നല്ല ക്ലീൻ ആയിട്ടാണ് ബീച്ചുകളിരിക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇത്രയും ക്ലീൻ ബീച്ചൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും അഭിമാനിക്കാൻ വക തരുന്ന ഒരു സംഭവമാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് റിസപ്ഷനാണ്. ചെറിയ റിസപ്ഷൻ. അവിടെ വരനെയും വധുവിനെ ഇരുത്തി അവരെന്തോ ഫംഗ്ഷൻ നടത്തുന്നുണ്ട്. ഈ വൈകുന്നേരം ആയ കാരണമായിരിക്കാം വേലി കയറ്റത്തിനുള്ള തയ്യാറെടുപ്പുകൾ കടൽ നടത്തുന്നുണ്ട്. നല്ല തിര ഇങ്ങോട്ട് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കാറ്റും ഉണ്ടായിരുന്നു. ത്രിസന്ധ്യ നേരത്ത് കടൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ. ശരിക്കും ഈ ഒരു സംഭവം നമ്മുടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫ്രെയിം പോലെ ബീച്ചിൽ വെച്ചിട്ടുണ്ട്. ഈ ബീച്ച് ശരിക്കും നമ്മൾ 30 രൂപ കൊടുത്താലും അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. പല കാര്യങ്ങളും വെച്ചിട്ടുണ്ട്, മെഡോസ് വെച്ചിട്ടുണ്ട്. സോ 30 രൂപ അത്ര കൂടുതലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ദിവസവും ലോക്കൽസിനോട് വന്നെങ്കിൽ 30 രൂപ കൊടുക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്കറിയാം. കാരണം എല്ലാവരോടും ചോദിക്കുന്നുമില്ല.
ഞാനൊരു ബാഗായിട്ട് പോയ കാരണമാണ് എന്നെ പിടിച്ചത്. വേറെ ആൾക്കാരെ അങ്ങനെ ചോദിച്ചു നോക്കാൻ ഞാൻ കണ്ടിട്ടില്ല. എനിവേ ഞാനിത് കണ്ട് രണ്ടാമതോട് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആരും ചോദിച്ചൊന്നുമില്ല. സോ എനിക്ക് തോന്നുന്നു അവർക്ക് ടൂറിസ്റ്റ് മനസ്സിലായി മാത്രമായിരിക്കും ചോദിക്കുക എന്ന് തോന്നുന്നു. ഇത് എന്താ പറയുക, മലയാളത്തിൽ പറഞ്ഞ ജലധാര എന്തെന്നാണ് പറയാൻ, അല്ലെങ്കിൽ ഫൗണ്ടൻ അതും കാണാൻ നല്ല ഭംഗിയുള്ള സംഭവമാണ്. ഇവിടേക്ക് എനിക്ക് തോന്നുന്നു ഗൾഫിലെ ആൾക്കാരാണ് അധികം കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഗൾഫിലെ കുറേ കാര്യങ്ങൾ അതേപടി ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഇമിറ്റേറ്റ് ചെയ്താൽ എന്തായാലും ഇവിടെ നല്ല മനോഹരമായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കണ്ടു ഇപ്പോൾ പല രീതിയിലുള്ള പല കളറിലുള്ള ലൈറ്റ്സ് അവിടെ വരുന്നുണ്ട്. മരത്തിലിങ്ങനെ അടിക്കുമ്പോൾ വൈകുന്നേരം രാത്രി കാണാൻ നല്ല രസമുണ്ട്. സോ നമുക്കെന്തായാലും ഇത് ബ്യൂട്ടിഫൈ ചെയ്യാൻ നല്ല ഭംഗിയാക്കുക എന്നുള്ള കാര്യത്തിൽ ഇവർ വിജയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ ബേക്കലിലെ ഈ ഒരു പാർക്കും ഇവിടെ വരുമ്പോൾ കാണണം. അത് ഈ ഒരു സമയത്ത് തന്നെ കാണണം, വൈകുന്നേരം വന്ന് കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഈ ലൈറ്റൊന്നും കാണാൻ പറ്റില്ല, രാവിലെ വന്ന് ഇത്രയും രസം ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഇവിടെയൊക്കെ പോയപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ചും കൂടെ ഒരു നൈറ്റ് ലൈഫ് ഇവിടെ വേണ്ടിയിരുന്നു എന്നുള്ളതാണ്. അതായത് 1 മണി 2 മണിവരെയൊക്കെ ഇവിടെ ഇങ്ങനെ ആയിട്ട് ഇരിക്കുന്നില്ല. ഞാനിവിടെ പോയിട്ട് രണ്ടാമതും കൂടെ പോയി കണ്ടതാണ്. 2 പ്രാവശ്യം വന്നു. ഞാൻ ഇവിടെ പോയി കഴിഞ്ഞിട്ട് നേരെ ഒരു മുറിയെടുത്ത് തിരിച്ച് പിന്നെയും വന്നു. അപ്പോഴേക്കും ഇവിടെ ആളൊന്നുമില്ലാണ്ടായി. അതൊരു 9 മണി ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞു 2 മണി വരെയെങ്കിലും ഇവിടെ ആൾക്കാരൊക്കെ വന്ന് ലൈവ് ആക്കണം. അങ്ങനെയുള്ള സ്ഥലമാകുമ്പോഴാണ് നമുക്കൊരു രസമാവുള്ളൂ. അത് അങ്ങനെയുള്ള ഒരു നൈറ്റ് ലൈഫ് ഈവൻ നമ്മുടെ കൊച്ചി പോലും ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് എത്രത്തോളം സക്സസ് ആയി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പിള്ളേർ കളിക്കുന്നു, രാത്രി ഒരു 1 മണി 2 മണി വരെ ഈ കടകളൊക്കെ തുറന്ന് ലൈവായിട്ട്. കാരണം ജോലിക്കാർക്ക് ആ സമയത്തൊക്കെയാണ് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ. സോ ഇവിടെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട്. വാച്ച് ടവറിൽ ഇപ്പോൾ ഒരു കടത്തി വിടുന്നില്ല. പിന്നെ കുറേ സ്റ്റാൾസ് ഉണ്ട്, ഫുഡ് സ്റ്റോൾ കുറേ ഉണ്ട്. ഇതാണ് വാച്ച് ടവർ. പിന്നെ ഫുഡ് സ്റ്റോൾസ് കുറേ ഉണ്ട്, കുറേ ഐസ്ക്രീം പാർലറുണ്ട്, ജ്യൂസ് ഉണ്ട്, വെറൈറ്റി ഫുഡുണ്ട്. സംഭവം നല്ല രസമാക്കിയിട്ടുണ്ട് ഇവർ. അല്ലെങ്കിൽ മലബാറുകാർക്ക് ജ്യൂസും ഐസ്ക്രീമും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും എന്താ പറയുക, ബിരിയാണിയൊക്കെ ഭയങ്കര സ്പെഷ്യലാണല്ലോ. അവരത് രസമാക്കിയിരിക്കും, അത് സംശയമില്ലാത്ത കാര്യമാണ്. സോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് കണ്ടിടങ്ങ് നടക്കുകയാണ്. കണ്ടിട്ട് കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്ക് അവിടെയുണ്ട്. ഇവിടെ കുട്ടികളെ ഇരുത്തിയിട്ട് പേരൻസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഐസ്ക്രീം പാർലർ ക്യാമറയുടെ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടു. അവിടെ ചെന്നപ്പോൾ സ്കീയുടെ ഐസ്ക്രീം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താണോ. പിന്നെയും ഞാൻ രണ്ടാമത് പോയിട്ട് പിന്നെയും കടലിലെത്തി. അപ്പോൾ കടലിനെ കുറച്ച് ഷൂട്ട് ചെയ്തു. അവിടെ കല്യാണ പാർട്ടി വന്ന ഒരു സംഭവമാണ് നമ്മൾ കാണാൻ. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് കല്യാണം നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ എണീച്ച് ഞാൻ ഈ പാലത്തിൻ്റെ അപ്പുറത്തെ ഞാൻ റൂം എടുത്ത് അവിടെ നിന്ന് തിരിച്ച് ബേക്കൽ ഫോർട്ടിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ വളരെ സഹൃദനായ ഒരു നാട്ടുകാരോട് ഞാൻ വെറുതെ ചോദിച്ചുള്ളൂ അങ്ങോട്ടുള്ള വഴി തന്നു. പുള്ളി എന്നെ നടന്ന് കാണിക്കുകയല്ല, നടന്ന് എന്നെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ അതൊരു എളുപ്പ വഴിയാണ്. ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നമുക്ക് റോട്ടിൽ കൂടെ തന്നെ പോകേണ്ട ഊടുവഴികൾ ഇഷ്ടം പോലെയുണ്ട്. എളുപ്പത്തിൽ ഷോർട്ട് കട്ടായിട്ടുള്ള പല വഴികളും നാട്ടുകാർ നമുക്ക് പറഞ്ഞു തരും. പുള്ളി നമുക്ക് വേണ്ടിയിട്ട് നടന്ന് കാണിച്ചു തരികയാണ് ഇത്. അതായത് ഞാൻ പുറകെ നടക്കുമ്പോൾ എന്നെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടെ വിടുക. അതൊക്കെയാണ് നാട്ടുകാർ ഗുണമെന്ന് പറഞ്ഞത്. വെച്ചാൽ വടക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നാട്ടുകാരൊക്കെ വളരെ സഹൃദയരാണ്, വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ ഒരു അരുവി കാണാൻ നല്ല രസം, നല്ല തെളിഞ്ഞ വെള്ളമാണ് അതിൽ കൂടെ വീഴുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്നെ ഇവിടെ റോട്ടിൽ കൊണ്ടുപോയിട്ട് ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ എനിക്ക് വഴി അറിയാമായിരുന്നു, കാരണം ഇന്നലെ ഞാൻ ഈ വഴിക്കിടക്ക് നടന്നതാണ്. അതുകൊണ്ട് തന്നെ വഴി എനിക്ക് മനസ്സിലായി. ഇനി ഈ കാണുന്ന വഴിക്കിടെ പോയി കഴിഞ്ഞാൽ ബേക്കൽ ഫോർട്ടിൽ നിന്ന് എനിക്ക് പറഞ്ഞു തന്നു. ഞാനങ്ങനെ ആ വഴിക്കിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുവശത്ത് ഫർണിച്ചർ കടകളൊക്കെ ഉണ്ട്. ബേക്കൽ ഇപ്പോൾ പയ്യെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമം എന്നുള്ളത് മാറി പയ്യൊരു നഗരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു 10 കൊല്ലത്തിനുള്ള ഇവിടെ ശരിക്കും നല്ല ഡെവലപ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. കടകൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രത്യേകത വെച്ചാൽ പഴയ ബിൽഡിങ്സൊക്കെ അതേപോലെ തന്നെയുണ്ട്. ആ ഓടക്കിട്ട ബിൽഡിങ്സ് ഇപ്പോഴും ഉണ്ട്. പോണ വഴിക്ക് ഞാൻ അവിടെ കുറച്ച് കരിക്ക് കുടിക്കുകയുണ്ടായി 30 രൂപ കൊടുത്തിട്ട്. പിന്നെ ഒരു അമ്പലം കണ്ടു. ഇവിടെ അധികവും കർണാടകയാണ് ഇത് വെച്ചേക്കുന്നത്. അത് കർണാടകക്കാരുടെ അമ്പലം തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ഇടുന്നത് മാത്രം. അമ്പലം എന്തെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ബേക്കൽ ഫോർട്ടിലേക്ക് നടക്കുകയാണുണ്ടായത്. ഇതാണ് ബേക്കൽ ഫോർട്ടിൻ്റെ ഫ്രണ്ട്. നമ്മൾ ഇന്നലെ കണ്ടാണ്. ഇങ്ങനെ കുറേ പില്ലേഴ്സ് ചെങ്കല്ലുണ്ടാക്കി വെച്ചേക്കണം. സോ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് നടന്ന് കയറാം. എൻട്രൻസ് ഫീസ് 25 രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 25 രൂപ തന്നെയാണ്. ഉള്ളിൽ കയറുക. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ഇതിൻ്റെ ഉള്ളൊരു ഹനുമാൻ ക്ഷേത്രമുണ്ട് ബേക്കൽ ഫോർട്ടിൻ്റെ ഉള്ളിൽ. ഹനുമാൻ ക്ഷേത്രം വരാങ്ങാന്ന് വെച്ചാൽ നായക്കന്മാരും പെരുമാൾമാരും ഒക്കെ ഭരിച്ച സ്ഥലമാണിത്. ബഹവതപുരം പെരുമാളായിരുന്നു ഏറ്റവും ആദ്യം ഭരിച്ചത്. ഇത് ഇവിടുത്തെ ഒരു LP സ്കൂളാണെന്ന് തോന്നുന്നു. ഇത് ഞാൻ ഉള്ളിൽ കയറി എടുത്താണ്. കാരണം പഴയ 80കളിലൊക്കെ LP സ്കൂൾ ഇങ്ങനെയായിരുന്നു നമുക്കിപ്പോൾ അധികം കാണാൻ കിട്ടില്ല. കീഴിലത്തൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അത് കണ്ട് പിന്നെ കാണുന്നത് ശരിക്കും അതേപോലെ തന്നെ ഇരിക്കണം. 80s എങ്ങനെയായിരുന്നു ആ സ്കൂൾ പോണത് അതുപോലെ തന്നെ ഉണ്ട് ഇപ്പോഴും. അപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക് കുറേ മനോഹരമായ പൂവൊക്കെ നിൽക്കുന്ന ഒരു മരം കണ്ടു. അതുകൊണ്ട് അതിനെയൊക്കെ എടുത്തു മാത്രം.
സോ ഇവിടെ ഇപ്പോൾ മഹോദയപുരം പെരുമാൾക്കന്മാരായിരുന്നു ആദ്യം ഭരിച്ചത് ഈ ഒരു ബേക്കൽ. പിന്നെ അത് മാറിയിട്ട് നായ്ക്കന്മാരെ എത്തിക്കഴിഞ്ഞിട്ട് കോലത്തിരി എത്തിക്കഴിഞ്ഞിട്ടാണ് നായ്ക്കന്മാരാവണത്. നായ്ക്കന്മാരെത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഹൈദരാലി വഴി ടിപ്പു സുൽത്താൻ, പിന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭരണചക്രം മാറിക്കൊണ്ടിരുന്നത്. ഫോർട്ട് ഉണ്ടാക്കിയത് നായ്ക്കന്മാരാണ്. ശിവപ്പ നായ്ക്കർ എന്ന് പറഞ്ഞ ആളാണ് ഇത് കംപ്ലീറ്റ് ആക്കിയത്. ഞാൻ നിൽക്കുന്നത് ബേക്കൽ ഫോർട്ടിലാണ്. ഇത് 8 മണിക്ക് തുറക്കുന്ന പറഞ്ഞു, ഇപ്പോൾ തുറന്നിട്ടുണ്ടാവും. ഇവിടെ ഉള്ളവർ പറഞ്ഞ 9 എന്ന് പറയുന്നുണ്ട് കുറച്ച് നാട്ടുകാർ. ഞാനിപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. ഇതൊരു 40 ഏക്കർ കിടക്കുന്ന ഒരു സ്ഥലമാണ് ബേക്കൽ ഫോർട്ട്. ശരിക്കും ഫോർട്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് 1650-ലാണ് പണി കഴിപ്പിച്ച് തീർത്തത്. അതിനു മുമ്പ് ഹീര നായ്ക്കർ എന്ന് പറഞ്ഞ ആൾ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരാളാണ് ശിവപ്പ നായ്ക്കറാണ് ഇത് കംപ്ലീറ്റ് ആക്കിയത്. ശരിക്കും ഇത് ഏറ്റവും മുമ്പ് നമ്മുടെ കോലത്തിരിക്ക് മുമ്പ് പെരുമാൾ സാമ്രാജ്യത്തിൻ്റെ ആയിരുന്നു ഇത്. ആ പെരുമാൾ കുറച്ച് ഡിക്ലർ ചെയ്ത് കോലത്തിരി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് പോർട്ട് എന്നുള്ള സംഭവം തുറമുഖമൊക്കെ വികസിച്ച് തുടങ്ങിയപ്പോഴാണ് മലബാർ ഏരിയയ്ക്ക് കുറച്ച് പ്രാമുഖ്യം കിട്ടിയത്. അങ്ങനെ ബേക്കൽ ഫോർട്ടിന് കുറച്ച് പ്രാമുഖ്യം കിട്ടി. അപ്പോൾ ഈ നമ്മുടെ ശിവപ്പ നായ്ക്കറും കോലത്തിരിയും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും കോലത്തുനാടെന്നാണ് അറിയപ്പെടുന്നത്. നോർത്ത് മലബാർ പറഞ്ഞാൽ കോലത്തുനാടാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫൈറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു ഫൈറ്റിലാണ് ഇവർക്ക് നമ്മുടെ ശിവപ്പ നായ്ക്കർ ചീഫ്റ്റനായിരുന്നു ഇവിടുത്തെ ഒരു നാട്ടുകൂടെയായിരുന്നു. അയാൾക്കങ്ങനെ ഇത് സ്വന്തമായിട്ട് കിട്ടി. പക്ഷേ എന്നാലും അവർ തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഹൈദരാലി വന്നിട്ടാണ് ഈ തർക്കം തീർത്തത്. അതായത് പുള്ളി ഇത് ഏറ്റെടുത്തു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താൻ ഇവിടെ കോട്ട കുറച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റെയർ കേസ് പൊളിച്ച് ഒരു വാഷ് ടവർക്ക് ഉണ്ടാക്കി. ശരിക്കും ഇതൊരു കോട്ട മാത്രമേ ഉള്ളൂ, ഇവിടെ പാലസൊന്നുമില്ല. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ്. ഇത് കടലിലേക്ക് ഇറങ്ങി കിടക്കുകയാണ്. ഒരു 3/4 പാർട്ടും കടലിലേക്ക് ഇറങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ബോംബെയിലെ ഉയരെ എന്നുള്ള പാട്ടൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ മധുരതുമ്പരക്കാട്ടിലെ ദ്യാപരശിലയിൽ എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഇതിപ്പോൾ രാവിലെ വരെയാണ് ഏറ്റവും നല്ല ഇത്തിരി ചൂടുണ്ട് ഇവിടെ. ആ കോട്ടയുടെ നിർമ്മിതി ശരിക്കും 1650, അതായത് 17th സെഞ്ച്വറിയിലാണ് തീർത്തത്. അപ്പോൾ ഇങ്ങനെ കുറേ എന്താ പറയുക സംഘടനകൾ കഴിഞ്ഞ ഒരു ഏരിയയാണിത്. പിന്നെ ഇത് 1992 ഇവിടെ ടൂറിസം ഡെവലപ്മെൻറ്റ് ഏറ്റെടുത്തു. ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തിട്ട് ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ഒരു ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞൊരു ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചു. ഇപ്പോൾ അന്നത്തേക്കാൾ കുറേ ഇത് വികസിച്ചിട്ടുണ്ട്. ഞാനിവിടെ പഠിക്കുന്ന സമയത്ത് ഇവിടെ വരുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്കൊന്നും വരാൻ പറ്റിയില്ല. അത് 92-96 പക്ഷേ ഇപ്പോൾ കുറേ കാലം കൂടിയാണ് ഇപ്പോൾ വരാനൊന്നും പറ്റിയത്. ശരിക്കും ഇവിടെ അധികം വെട്ടുകല്ലൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഇവിടെ കല്ലൊക്കെ ശരിക്കും വെട്ടുകല്ലാണ്. ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ ഈ നമ്മുടെ കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തിന് പോകാനുണ്ട്. അപ്പോൾ കുറച്ച് ഓടിച്ചാടിന്ന് കണ്ടിട്ട് പോകുന്നവർക്ക് വരികയാണ്. ഇനിയിപ്പോൾ കോട്ടറുള്ളിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ മഴയില്ല, ഭാഗത്ത് നല്ല വെയിലുണ്ട്. പിന്നെ ഇത് നോർത്ത് മലബാർ ഏരിയ ആണ്. നമുക്കിവിടെ വന്നു പോകാനൊക്കെ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ശരിക്കും ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ തന്നെയാണിത്. പിന്നെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പ്രതീക്ഷയേക്കാൾ കൂടുതൽ ഹോട്ടൽസ് ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. കാരണം ഡെവലപ്മെൻറ്റ് ഇനിയും കുറേ വരാനുണ്ട് ഇവിടെ. പക്ഷേ ഉള്ളിടത്തോളം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആയിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ നമുക്കൊന്ന് പോയി നോക്കാം. ഇതെന്തോ ഒരു ബലകം വെച്ചേക്കണെയാണോ വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. അപ്പോൾ ജസ്റ്റ് ആ പാർക്കിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഉള്ളൊരു ബലകമാണ് ഇത്. ശരിക്കും ഫോർട്ട് ആഞ്ചലോ, പിന്നെ തലശ്ശേരി, കണ്ണൂരിലൊരു ഫോർട്ട് ആഞ്ചലോ എന്ന് പറഞ്ഞൊരു ഫോർട്ടുണ്ട്. പിന്നെ തലശ്ശേരി, ഇതിനെയൊക്കെ കണ്ട അതേപോലെ ഇരിക്കും, ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കും ഈ ബേക്കൽ ഫോർട്ടും. ഇതിൻ്റെ അടുത്തൊരു ചന്ദ്രഗിരി കോട്ട എന്ന് പറഞ്ഞൊരു കോട്ടയുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട ഇന്ത്യൻ ഫ്ലാഗാണ്. ഈ കാണുന്നതൊക്കെ കോട്ടയുടെ ബൗണ്ടറി ഏരിയയാണ്. ഇവിടെയൊക്കെ വാച്ച് ടവേഴ്സ് ഉണ്ട്, ചെറിയ ചെറിയ വാച്ച് ടവേഴ്സ്. ഈ രണ്ട് അപ്പുറത്തും കാണുന്നതൊക്കെ പടയാളികൾ നിന്നിട്ട് ദൂരെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയകളാണ്. തൊട്ടടുത്ത് കടകളൊക്കെ ഉണ്ട്. അതെല്ലാ ടൂറിസത്തിലുണ്ടല്ലോ. ഇവിടെയാണ് നമ്മൾ ഇൻഫർമേഷൻ സെൻറ്ററും പിന്നെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത്, ഓഫീസൊക്കെ വരുന്നത്. സോ ഇവിടെ നിന്ന് 25 രൂപയാണ് ഒരാൾക്ക്. അത് വാങ്ങിക്കുക, പോവുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്കൽ കൊണ്ട് പണിതേക്കണെയാണ്. ഇവൻ അത് ലിൻഡിലൊന്നുമില്ല, കോൺക്രീറ്റൊക്കെ വളരെ കുറവാണ്. റൂഫ് മാത്രമേ കോൺക്രീറ്റുള്ളൂ തോന്നുന്നു. ബാക്കി വിൻഡോസിൻ്റെയൊക്കെ മുകളിൽ കണ്ടാൽ അറിയാം, ആർ ഷേപ്പ് ആക്കിയിട്ട് ലിൻഡിലാണ്ട് പണിതേക്കണായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെയൊക്കെ മുകളിൽ ലിൻഡിലേ ഇല്ല. കോൺക്രീറ്റ് വളരെ കുറച്ച് നല്ലൊരു രസമുള്ള കൺസ്ട്രക്ഷൻ തന്നെയാണ് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ അത് നമ്മുടെ ഈ കണ്ണൂർ തൊട്ട് കാസർഗോഡ് വരെയുള്ള ഏരിയയിൽ ഇങ്ങനെ ഈ ലാറ്ററൈറ്റ് സ്റ്റോൺ വെച്ച് ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഞാൻ കാണുന്നുള്ളൂ. പണ്ട് ഞങ്ങളുടെ ആലുവയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ്. എൻ്റെ വീടൊക്കെ ഈ ചെങ്കൽ വെച്ച് ചെയ്തേക്കുന്നത്. ചെങ്കലിന് വളരെ പ്രത്യേകതയുള്ള കല്ലാണ്. ശരിക്കും ഈട് നിൽക്കുന്ന ഒരു കല്ല് തന്നെയാണ് ശരിക്കും ചെങ്കൽ. ഈ നമ്മൾ ഇപ്പോൾ കയറാൻ പോകുന്നതാണ് ഈ ഫോർട്ടിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത്, നടുക്ക് കാണുന്നത്. സോ ഇതിന് ചുറ്റും കാണുന്നത് കടങ്ങാണ്. കടങ്ങിൽ വെള്ളം നിറച്ച് മുതലേനെ ആരെങ്കിലേക്ക് ഇട്ടിട്ട് ആൾക്കാർ കയറാണ്ടിരിക്കാൻ പാകത്തിന് ആക്കിയെടുക്കുമായിരുന്നു അന്നത്തെ ഒരു രീതി.
എൻ്റെ ഇവിടെയൊക്കെ ഭടന്മാരുണ്ടാവും. ഒരു 100 കൊല്ലം മുമ്പാണ് ഇവിടെയൊക്കെ ഭടന്മാരിങ്ങനെ നിറഞ്ഞൊക്കെ ഉണ്ടാവും. ഇതിലൊക്കെ വെള്ളം ഉണ്ടാവും. കാണുന്നതൊക്കെ കിടങ്ങാണ് ശരിക്കും. ഇവിടെയൊക്കെ വെള്ളം നിറച്ചിട്ട് ചീങ്കണിനെയോ ഒരു മുതലൊക്കെ ഇട്ടിട്ട് ശത്രുക്കൾ കയറാണ്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഇതൊരു ഡിഫെൻഡിങ് ഏരിയയാണ് ശരിക്കും ഇതിൻ്റെ പർപ്പസ്. അങ്ങനെ നമ്മൾ ബേക്കൽ ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. കയറി കഴിയുമ്പോൾ വലതുവശമായിട്ട് നമുക്ക് കാണാം കരിങ്കല്ലിൻ്റെ ചെറിയൊരു ഭിത്തിയുണ്ട്. പിന്നെ അവിടെ നിന്ന് ഞാൻ ഒരു മതാമായി വഴിക്ക് ഇങ്ങോട്ട് പോകണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ അധികം പറഞ്ഞ നാട്ടുകാരല്ല, എല്ലാം പുറത്തെ ആൾക്കാരാണ് ഇവിടെ വരുന്നത്. നാട്ടുകാരും എനിക്ക് തോന്നുന്നു ലോക്കൽ ടൂറിസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞ സ്ഥലമായിരിക്കും ഇതെല്ലാം. ഇവിടെ ഇനി എന്തോ കൺസ്ട്രക്ഷൻ നടക്കാണ്ട് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇവിടെ കുറേ ചെങ്കല്ലുകൾ കൊണ്ട് വച്ചിരിക്കുന്നത്. അത് പിന്നീട് പണിയാനായിരിക്കാം. ഞാൻ നോക്കുമ്പോൾ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ ഭടന്മാരുടെ ഒരു ഏരിയ ഉണ്ട്. അന്ന് അങ്ങോട്ടൊന്ന് കയറി കാണാമല്ലോ എന്നോർത്തുണ്ട് ഞാൻ അവിടെ കയറി കാണുകയുണ്ട്. പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ കുളങ്ങൾ ഇങ്ങനെ കാണാം, അല്ല കിണറുകൾ കാണാം. അപ്പോൾ ഈ പടികൾ അതും ലാറ്ററൈറ്റ് സ്റ്റോൺ തന്നെയാണ്. ഈ ലാറ്ററൈറ്റ് സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റോക്കും മിനറൽസും ചേർന്നിട്ടുണ്ടാകുന്ന സെഡിമെൻ്ററി ഒരു റോക്കാണ് ഈ സംഭവം. ഇഗ്നിയസ് റോക്കല്ല. ഇത് വെതറിങ് ആക്ഷനിലൂടെ ഉണ്ടാകുന്നതാണ്. ഇതിലധികം ആസിഡിറ്റി ആയിരിക്കും കൂടുതൽ. സ്ഥലമാണ്. ഇവിടെ നിന്ന് ദൂരെയുള്ള സ്ഥലമൊക്കെ കാണാൻ പറ്റും. ഒരു 100 വർഷങ്ങൾക്കപ്പുറം സങ്കല്പിച്ച് നോക്കിയാൽ ഇവിടെ ഭടന്മാരായി നിൽക്കുന്ന ആൾക്കാരെ പറ്റി നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റോന്ത് ചുറ്റുക എന്ന് പറയും. കയ്യിലൊരു കുന്തമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഗണ്ണുണ്ടാകാം. ഒരു പക്ഷേ ഗണ്ണായിരിക്കില്ല, കുന്തം തന്നെ ആയിരിക്കും മിക്കപ്പോഴും. പിന്നെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി നടക്കുകയുണ്ടായത്. നടന്ന് പോകുമ്പോൾ നമുക്ക് ഒരു ഹനുമാൻ ക്ഷേത്രം കാണാൻ പറ്റും. ഇത് ഇവിടുത്തെ ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ്. ഇവിടെ തന്നെ ഉള്ളൊരു മോസ്ക് ഉണ്ട്, ടിപ്പു സുൽത്താൻ മോസ്ക് എന്നതാണ്. ഇതൊരു മതനിരപേക്ഷ അല്ലെങ്കിൽ മത സൗഹാർദ്ദപരമായ ഒരു സംഭവം നമ്മൾ കാണിക്കുന്നു കോട്ടയ്ക്കുള്ളിൽ. അതായത് ഹിന്ദുക്കളുടെ ഉണ്ട്, മുസ്ലിങ്ങളുടെ ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ മുകളിൽ നോക്കിയറിയാം കന്നഡ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ചെരുപ്പൊക്കെ പുറത്തിട്ടിട്ട് കയറി. അപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും ഫോട്ടോ എടുക്കാൻ അനുവദിച്ചു, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഹനുമാൻ്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് കോട്ടയ്ക്കുള്ളിലേക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പ്രവേശിക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുത്തു. ഇനി ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം കൂടെയുണ്ട്. അപ്പോൾ അവിടെ കുറേ ബോർഡൊക്കെ നമുക്ക് കാണാം, വായിക്കേണ്ടവർക്ക് വായിക്കാം. അവിടെ ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് അവിടെ കൊടുക്കണം. കൊടുത്തിട്ട് വേണം ഉള്ളിൽ കയറാൻ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ അവിടെ ആൾക്ക് കൊടുത്തിട്ട് ഉള്ളിലേക്ക് കയറുകയാണ്. ഉള്ളിൽ കയറുമ്പോൾ പിന്നെയും നമുക്ക് ഇതേപോലെ അപ്പുറത്തും ഇപ്പുറത്തും മതിലുകളാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഉള്ളിൽ കയറുമ്പോഴാണ് ഈ വിശാലമായ ഒരു ഗാർഡൻ പോലെ ഉള്ള സ്ഥലങ്ങൾ കാണുന്നത്. ഇവിടെയാണ് ഈ 40 ഏക്കറുള്ള ആ സ്ഥലം എന്ന് പറയുന്നത്. ഇതിൽ കംപ്ലീറ്റ് അധികം മെഡോസും പിന്നെ നമ്മുടെ കുറേ പൂച്ചകളൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മൾ പാത്വേ കംപ്ലീറ്റ് ലാറ്ററൈറ്റ് ആണെന്ന് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇത് 400 കൊല്ലം മുമ്പ് ഇട്ട പാത്വേ ആണെന്നും കൂടെ ഓർക്കണം, ഇപ്പോൾ ഇട്ടതൊന്നുമല്ല. അപ്പോൾ അന്നത്തെ ഭടന്മാരും കുതിരകളും എല്ലാം പോയി കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ പാത്വേ അതുപോലെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ ഗുണമാണ് കാണുന്നത്. ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ വാഷ് ടവേഴ്സ് ഉണ്ട്. ഭടന്മാർക്ക് നിൽക്കാൻ പാകത്തുള്ള വാഷ് ടവേഴ്സ് എല്ലാ സ്ഥലത്തും ഉണ്ട്. എല്ലാ സ്ഥലത്തും ഇതേപോലെ തന്നെ ഹോൾസൊക്കെ ഇട്ടാൽ നമുക്ക് കാണാം, സൈഡിൽ കാണാം ഹോൾസ് ഇട്ട ചുമരുകൾ കാണാം. ഈ ഹോൾസ് വെറുതെ അല്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ അവർക്ക് വെടിവെക്കാൻ വേണ്ടി തന്നെയാണ്. കടന്നുകൊണ്ടും നിന്നുകൊണ്ട് ഇരുന്നുകൊണ്ടൊക്കെ വെടിവെക്കുമാർ. ആര് വന്നാലും വെടിവെക്കും. എന്നുവെച്ചാൽ ശത്രുക്കൾ ആരാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഒരു കോട്ടയാണ് ഈ കാണുന്നതെല്ലാം. ഇതെനിക്ക് തന്നെ ഇവിടെ റിനോവേഷൻ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് ഇവർ. പഴയ പോലെ ഫുൾ അങ്ങനെ അല്ല, റിനോവേറ്റഡ് ആയ ഏരിയ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം. അല്ലാണ്ട് ഇങ്ങനെ ഇരിക്കില്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും ഭടന്മാർ നിൽക്കുന്ന സ്ഥലമാണ്. ഇപ്പം നമ്മൾ നേരത്തെ വന്ന് കണ്ടതിൻ്റെ കുറച്ചുകൂടെ മുകളിലുള്ള സ്ഥലമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം ചെങ്കല്ലുകൊണ്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഭടന്മാർ ഷൂട്ട് ചെയ്യുകയോ കൊന്തെറിയുകയൊക്കെ ചെയ്യും. അതിനുവേണ്ടിയാണ് ഈ സംഭവമൊക്കെ പണിത് വെച്ചേക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഹോൾസ് ഭിത്തിയിൽ. ഇത് കാണാൻ ഉപയോഗിക്കാം, വെടിവെക്കാൻ ഉപയോഗിക്കാം, കാറ്റ് വെന്റിലേഷൻ പർപ്പസിനുമായിട്ടും
ഒരു ഉപയോഗിക്കാം. ഇത് പർപ്പസ് അതൊന്നുമല്ല, വെടിവെക്കാൻ തന്നെ ആയിരിക്കാം. പിന്നെ ചിലപ്പോൾ ദീപം കൊളുത്തി വയ്ക്കാൻ ഉപയോഗിക്കാം. രാത്രി കാലങ്ങളിൽ ദീപം കൊളുത്തി വയ്ക്കാനും കൂടെ ഈ സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കും. അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ എല്ലാ ഏരിയയും മെടവൊന്നുമല്ല, കുറേ കാട് പിടിച്ച് കിടപ്പുണ്ട്. ഇവിടെ ശരിക്കും ഈ കാടെല്ലാം വെട്ടിത്തെളിക്കാനൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് ഇവിടെ പുല്ല് വെട്ടുന്ന ആൾക്കാരുണ്ട്. പുല്ല് വെട്ടുന്ന മെഷീൻ കൊണ്ടാണ് ഇപ്പോൾ വെട്ടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചെടികൾ കണ്ടിട്ടുണ്ട്. എനിവേ ഒരു മെയിൻ്റനൻസ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള കുറേ കസേര പോലത്തെ സംഭവങ്ങളെല്ലാം നമുക്ക് കാണാം. എല്ലാ ഏരിയയിലും വാച്ച് ടവറുണ്ട്. ഈ കാണുന്നതൊക്കെ കോട്ടയ്ക്ക് ചുറ്റുമുള്ളതാണ്, ചുറ്റുമതിലാണ്. ചുറ്റുമതിലിൻ്റെ സൈഡിൽ നടന്നു പോകാനും പറ്റും. അപ്പോൾ ഭടന്മാരിങ്ങനെ സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുമായിരുന്നു, റോന്ത് ചുറ്റുമായിരുന്നു. പിന്നെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എല്ലായിടത്തും ചെറിയ ചെറിയ വാച്ച് ടവേഴ്സ് ഇങ്ങനെ പൊക്കത്തിൽ കാണാം. മുകളിൽ നിന്ന് ഇവർക്ക് മെയിനായിട്ട് നോക്കുക ആരെങ്കിലും വരണ്ടോ എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. ശത്രുക്കൾ കടക്കുന്നുണ്ടോ, അതായത് കടൽ വഴിക്ക് ഇങ്ങോട്ടേക്ക് കടക്കരുത്. അപ്പോൾ കടൽ വഴിക്ക് കടക്കാൻ വേണ്ടിയാണ് സംരക്ഷണമായിട്ടാണ് ഈ കോട്ട ഉണ്ടാക്കിയത് തന്നെ. കാരണം ഇതൊരു വലിയൊരു തുറമുഖമായ കാരണം ശത്രുക്കൾക്ക് കയറി വരാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കോട്ടയുടെ പർപ്പസ് തന്നെ, ഡിഫൻസ് പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കോട്ട തന്നെയാണ് ഈ സംഭവം. നായ്ക്കന്മാരുണ്ടാക്കിയതാണ്. പിന്നെ പറഞ്ഞ പോലെ പല പ്രാവശ്യം പറഞ്ഞാണല്ലോ, പിന്നെ ടിപ്പു സുൽത്താൻ വഴിക്ക് ബ്രിട്ടീഷുകാർ കൈ കിട്ടി. പക്ഷേ ബ്രിട്ടീഷുകാർ കൈ കിട്ടി കഴിഞ്ഞപ്പോൾ ഇതിനത്ര വലിയ പ്രാമുഖ്യമൊന്നും ഉണ്ടായിരുന്നില്ല ബേക്കൽ ഫോർട്ടിന്. എനിവേ അന്നത്തെ ഒരു കൺസ്ട്രക്ഷൻ നല്ല രസമാണ്. ഈ പാത്വേ എല്ലാം ലാറ്ററൈറ്റ് ആണെന്നുള്ളതാണ് ഞാൻ ഇപ്പം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ കാര്യം. അത് കുറേ കാലം ഈൾഡ് നിൽക്കുന്ന സംഭവം തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വെള്ളം ഇറങ്ങും, വെള്ളം കുറച്ചൊക്കെ പെർമിയബിലിറ്റി ഉണ്ട്. ശരിക്കും പോറസ് ആണ് ലാറ്ററൈറ്റ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ വെള്ളം കയറി ഇറങ്ങിപ്പോവും. പിന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ കാലം നിൽക്കും. ഈ കാണുന്നതൊക്കെ ടോയ്ലറ്റ് ഏരിയയും വാഷ് ഏരിയയൊക്കെയാണ്. ഞാൻ അങ്ങോട്ടേക്കാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വഴി അങ്ങ് നിൽക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ഒരാളുടെ അടുത്ത് പറഞ്ഞു ആ വഴിക്ക് നേരെ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും പോകാമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ നമുക്ക് കുറച്ച് ഡ്രിങ്കിങ് വാട്ടർ പർപ്പസ് ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ ആദ്യം കുറച്ച് പോകാൻ നോക്കി ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ. പക്ഷേ ആ കാട് നമ്മൾ ആദ്യം വരുന്ന സ്ഥലമായ കാരണം കാട് മാത്രമാണ്. വല്ല പാമ്പൊക്കെ വന്നാലും നോക്കി പിടിച്ച് തിരിച്ചു നടക്കേണ്ടത്. ഈ കാണുന്ന വഴി കൂടെ അധികം പോകാൻ എനിക്കത്ര ഒരു ധൈര്യം തോന്നിയില്ല എന്ന് തന്നെ പറയാം. പേടിയല്ല, ചെറിയൊരു ധൈര്യക്കുറവ്, അത്ര അതിന് പറയാനുള്ളൂ. അതുകൊണ്ട് പിന്നെ തിരിച്ച് ഞാൻ പിന്നെയും എൻട്രൻസിലെത്തിയിട്ട് വേറൊരു വഴിക്കിടെ അങ്ങോട്ടേക്ക് പോവുകയാണുണ്ടായത്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് പിന്നെയും കാണാം ഒരു വാച്ച് ടവർ ദൂരെ കാണാൻ പറ്റും. ഒരു വാച്ച് ടവറാണ്. ഇതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ശത്രുക്കൾ വരുന്നതെന്ന് നോക്കണത്. അത്ര ഹൈറ്റിൽ നിന്ന് ഒരു ഏരിയ കിട്ടും. കാഞ്ഞങ്ങാട്, പള്ളിക്കര എല്ലാം ഇവിടുന്ന് മുകളിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ കടലിൽ നിന്ന് ആരെങ്കിലും വന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വാച്ച് ടവർ പണിതിട്ടാണ്. അപ്പോൾ അങ്ങോട്ടുള്ള സ്റ്റെപ്പൊക്കെ പണിത് ടിപ്പു സുൽത്താനെന്നൊക്കെ ഞാൻ വായിച്ചറിഞ്ഞൊരു അറിവാണ്. പിന്നെ പല രാജ്യങ്ങളായിരുന്നു ആരൊക്കെയാണ് ശരിക്കും കറക്റ്റായിട്ട് പണിതെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു ബീച്ചിൻ്റെ ഏരിയ ഉണ്ട്. ഇതൊക്കെ കണ്ടത് ഏതാണ്ട് ഇത് ക്ലോസ് ആവും. ഈ 40 ഏക്കർ ക്ലോസ് ആവും. ഇപ്പോഴും ഇതെല്ലാം പൊല്ലൊടിച്ചെടുക്കുന്ന ഏരിയ തന്നെയാണ്. ശരിക്കും മെയിൻ്റനൻസ് നന്നായിട്ട് ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് കണ്ടിട്ട് ഈ കാണുന്നതാണ് വാച്ച് ടവർ. അങ്ങോട്ടേക്ക് ഒരു റാമ്പാണ്. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉയരെ എന്നുള്ള ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ കുറച്ച് കടലിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ്. അങ്ങോട്ടേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇന്ന് ഞാൻ പോകുന്നില്ല, കാരണം എനിക്ക് സമയമില്ലാത്ത കാരണം. അത് കടലിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ഒരു കോട്ടയുടെ 3 ഭാഗവും കടലിൻ്റെ ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കടലിൽ നിന്ന് കയറി വന്നൊരു കോട്ട എന്ന് വേണമെങ്കിൽ പറയാവുന്നേ ഉള്ളൂ. ഈ പോകുന്ന റാമ്പ് അത്യാവശ്യം നല്ല കുത്തനെ ഉള്ളൊരു കയറ്റമാണ്. അപ്പോൾ കുറച്ച് സൂക്ഷിച്ച് തന്നെ കയറണം, അല്ലെങ്കിൽ വീണ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കയറ്റത്തിനല്ല, ഇപ്പോൾ ഇറക്കത്തിനാണ് പ്രശ്നം. അപ്പോൾ ഇത് മുകളിൽ കയറി നിന്നിട്ടുള്ള ഈ കാഴ്ച കാണാം. ദൂരെയുള്ള കടലൊക്കെ നമുക്ക് സുഖമായിട്ട് കാണാം. നല്ല കടൽക്കാറ്റ് ഇവിടെ ഉണ്ട്. ഈ നടുക്കിങ്ങനെ വച്ചിരിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഇത് വയ്ക്കാനുള്ള പടക്കോപ്പ് വയ്ക്കാനുള്ള സ്ഥലങ്ങളായിരിക്കാം. ഇവിടെ ഈ പറഞ്ഞ പോലെ സൈഡിൽ നിന്നാണ് വെടിവെക്കുക. കാണുക മാത്രമല്ല, ഇവിടെ നിന്ന് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാനുള്ള പറ്റും. ഈ വാച്ച് ടവറിൽ നിന്നും ഷൂട്ട് ചെയ്യാൻ അവിടെ നിന്ന്. പക്ഷേ ഈ കോട്ടയുടെ സെൻട്രലായിട്ടാണ് ഈ ഒരു വാച്ചിങ് ടവർ സെൻട്രലായിട്ട് കാണുക എന്നുള്ള മെയിൻ പർപ്പസ്. അപ്പോൾ ഈ കോട്ടയുടെ ഫുൾ ഏരിയ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു ഇമ്പോർട്ടൻസ്. നല്ലൊരു റാമ്പ് കയറിയിട്ടാണ് ഇവിടെ എത്തിയത്. ഇതാണ് ശരിക്കും ടവർ. ഇവിടെ നിന്നാണ് എല്ലാം വാച്ച് ചെയ്യണത്. ഇവിടെ നമുക്ക് ചെറിയ ചെറിയ ഹോൾസ് കാണാം അതിൻ്റെ ഇടയ്ക്ക്. അവിടെ ഒരു പീരങ്കിയോ അല്ലെങ്കിൽ തോക്കൊക്കെ വെച്ചിട്ടാണ് ശത്രുക്കളെ നോക്കിയിട്ട് വെടിവെക്കും. ഇവിടെ തന്നെ 3 തരം ഹോൾസ് ഉണ്ടെന്നാണ് കേട്ടത്. മുകളിൽ, താഴെ, പിന്നെ ഇൻ ബിറ്റ്വീനിൽ. മുകളിലുള്ളത് കുറേ കടലിൻ്റെ അങ്ങേ അറ്റത്തു നിന്ന് തന്നെ ആൾക്കാർ വെടിവെക്കാൻ. അതിൻ്റെ നടുക്കുള്ളത് കുറച്ചുകൂടെ അടുത്തുള്ളവരെ, ഏറ്റവും താഴെയുള്ളത് ഏറ്റവും അടുത്ത് വരുന്ന ആൾക്കാരെ വെടിവെക്കാൻ ഉള്ള രീതിയിലാണ് ഈ 3 ഹോൾസ് ഇട്ടേക്കണം എന്നാണ് പറയുന്നത്.
ശരിക്കും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ പണ്ടത്തെ ഈ രാജാക്കന്മാരൊക്കെ ഈ രാജാക്കന്മാരെന്ന് പേരേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ രാവിലോട്ട് വൈകുന്നേരന്മാർ പേടിച്ച് പറിച്ചു കഴിഞ്ഞ ഒരു ആൾക്കാരാണ്. കാരണം അവർ സാമ്രാജ്യം ഉണ്ടാക്കുമ്പോൾ അത് കീപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം മാറും. അപ്പോൾ ഇവരെപ്പോഴാണ് കൊല്ലുന്നത്, ഈ സാമ്രാജ്യകാരൻ പിടിച്ചെടുക്കുന്നത് എന്നുള്ള പേടി കാരണം ഇവർ ഈ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും കോട്ടയും ആളുകളെയൊക്കെ നിയമിച്ച് അവരുടെ സാധനം നിലനിർത്തുക, പിന്നെ അവരുടെ സ്വത്തും ജീവനൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പരാക്രമങ്ങളാണ് നമ്മൾ ഈ യുദ്ധങ്ങൾ എന്നൊക്കെ രീതിയിൽ കാണുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർ നിർമ്മിച്ച കാര്യങ്ങളാണിത്. അത് പല കാലഘട്ടങ്ങളിലായിട്ട് ഇപ്പോൾ നായ്ക്കന്മാർ, പിന്നെ എന്താ പറയുക, നമ്മുടെ സാമൂതിരി അല്ലെങ്കിൽ കോലത്തിരി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു. അത് കണ്ടിപ്പോൾ ജനാധിപത്യമായി. അങ്ങനെ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ തന്നെ അവരെ സ്ഥാനം നടത്താൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അത് നമ്മൾ കണ്ട് നമുക്ക് ന്യൂസായിട്ട് കാണുന്നു. പണ്ടാണെങ്കിൽ വാർത്തയായിട്ട് അറിയുന്നു. ഇത്രയൊക്കെ വ്യത്യാസമേ ഉള്ളൂ. അന്നത്തെ കോട്ടയായിരുന്നു, ഇന്നിപ്പോൾ കോട്ട വേണ്ട, പട്ടാൾക്കാരെ വെച്ചിട്ടുണ്ട്, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അന്നത്തെ കാലത്തെ ആ ഒരു സൃഷ്ടി എന്ന ലെവലിൽ ഇതൊരു ആർക്കിടെക്ചറൽ കൺസെപ്റ്റ് എന്ന നിലയിൽ കാണുമ്പോൾ നല്ല രസമായിരിക്കും. കാരണം ഇതിന് നിർമ്മിതിയെ കാണാൻ നല്ല രസമുണ്ട്. കംപ്ലീറ്റ് ചെങ്കല്ലാണ്, എനിക്കതാണ് ഏറ്റവും ഇഷ്ടം. ഇത് ചെങ്കല്ല് വെച്ചിട്ട് ലാറ്ററൈറ്റ് സ്റ്റോൺ ആണല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് എല്ലായിടത്തും നല്ല, അത് എത്ര കൊല്ലം നിന്നുള്ളതാണ്. 1650 പണിതത്, ഇപ്പോൾ എത്രയായി, 2024 ആയില്ലേ. അപ്പോൾ ഇത് 400 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ 400 വർഷമായിട്ട് ഇവിടെ വലിയ കുഴപ്പമൊന്നും നിൽക്കുന്നുണ്ട്. ഇത്രയും വെതറും കഴിഞ്ഞിട്ടും ഇങ്ങനെ നിൽക്കുന്നു പറയുമ്പോൾ ശരിക്കും അന്നത്തെ സുർക്കി വെച്ചിട്ടായിരിക്കും. ഇവിടെ അന്ന് സിമെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സുർക്കി വെച്ചിട്ടും സുർക്കിയും കുമ്മായൊക്കെ ഇട്ടിട്ടായിരിക്കും ഉണ്ടാക്കിയത്, ശർക്കരയൊക്കെ കൂട്ടിയിട്ടുണ്ടാക്കണമായിരിക്കും. ആ നിർമ്മിതികൾ ഇപ്പോഴും നിൽക്കുന്നു പറയുമ്പോൾ അതിൻ്റെ ഒരു രസമുണ്ട്. ഈ കാണുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ പണ്ടത്തെ എന്തെങ്കിലും കെട്ടിടത്തിൻ്റെ അവശിഷ്ടമായിരിക്കാം. അതിൽ എന്തെങ്കിലും ചെറിയൊരു വലിയ റൂം എല്ലാം ഉണ്ടായിരിക്കും അവിടെ. അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ അടിയിൽ വെറുതെ ഇങ്ങനെ കുറേ ഇത് കൊണ്ടിടില്ലല്ലോ, കുറച്ച് ലാറ്ററൈറ്റ് സ്റ്റോൺസ് വെറുതെ കൊണ്ടിട്ടില്ലല്ലോ. പക്ഷേ ഇവിടെ ഇനി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഈ കാടുകളൊക്കെ ഇങ്ങനെ കാടായിട്ട് തന്നെ കിടപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കിണറുകൾ കാണാൻ പറ്റും നമുക്കിവിടെ. അത് വെള്ളത്തിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ ഇവിടെ വലിയൊരു കുളം കുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നമ്മുടെ ടിപ്പു സുൽത്താൻ. ദൂരെ കാണുന്നത് ആയുധപ്പുരയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടിപ്പു സുൽത്താൻ്റെ ആയുധപ്പുരയായിട്ടാണ്, ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള അമ്മുണിഷന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സ്ഥലമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അവിടേക്കൊന്ന് പോയി കാണാമെന്ന് വെച്ചു. പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്നതും വളരെ പൈശാചികമായിട്ടുള്ള ഒരു ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഭാഷയിൽ പറയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഞാൻ വെറുതെ നോക്കിയപ്പോൾ കുറേ സൗണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. കാരണം അതിൻ്റെ ഉള്ളിൽ അടഞ്ഞിടക്കണ ഒരു റൂമായിരിക്കുമല്ലോ, സൗണ്ടൊക്കെ ഉണ്ട്, വല്ല എലിയായിരിക്കും എന്നൊക്കെ ഓർത്തു. പക്ഷേ എന്നാൽ പിന്നെ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് പോയി ഒന്ന് ഒളിഞ്ഞു നോക്കിയാലോ എന്ന് ആലോചിച്ചു. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. കാരണം എന്തായിരിക്കും സംഭവിക്കുന്നത് അറിയാൻ പാടില്ലാത്ത കാരണം. പിന്നെ ഞാൻ ഒന്നുകൂടെ കവർ ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് കാണാൻ വേണ്ടി നോക്കിയപ്പോൾ ആ വഴിക്ക് പോകാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ തിരിച്ച് അപ്പുറത്തെ വഴികൾ തിരിച്ചെത്തിയിട്ട് അതിന് ഫ്രണ്ടിൽ കയറാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ ഒരു വാഷ് ഓവർ ഇതേ കാണുന്നുണ്ട്. അങ്ങോട്ട് കയറാനും പറ്റില്ല, അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്, മുകളിൽ കയറാൻ പറ്റാത്ത രീതിയിൽ. സോ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. ഇനി ഇപ്പോൾ ഈ നമ്മളീ പറഞ്ഞ ഈ ആയുധപ്പുരയുടെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്കുള്ള ഒരു ഉള്ളിൽ എന്താ അറിയാനുള്ള ആകാംക്ഷയോടെ അങ്ങോട്ട് പോകണം. അവിടെ നോക്കിപ്പോണ്ട് മുൻവശത്ത് ഡോർ തുറന്നിട്ടുണ്ട്. അപ്പോൾ ആരും അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ചെന്നപ്പോൾ കണ്ടത് അവിടെ പുല്ല് വെട്ടാൻ വന്ന ഒരാളാണ്. അയാൾ പറഞ്ഞു ഇതൊരു ആയുധപ്പുരയാണെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് ആയുധപ്പുര എന്ന് മനസ്സിലാക്കി. ഇത് കഴിഞ്ഞിട്ട് ഇനി കടൽ കാണാൻ വേണ്ടി കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ കടലിലേക്ക് അറിയാവുന്ന സ്ഥലം കാണാൻ പറ്റുന്ന പുള്ളി പറഞ്ഞു തന്നെ എനിക്ക്. സോ ഞാനപ്പോൾ ആ കടലുള്ള ഏരിയ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവുകയാണ്. ചെങ്കല്ലുകളുടെ മഹാപ്രളയം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇപ്പോഴും പുതിയ ചെങ്കല്ലൊക്കെ ചെത്തി നല്ല സ്മൂത്താക്കി വെട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആലുവയിലൊക്കെ ചെങ്കല്ലിൻ്റെ ഏരിയ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ വെട്ടണം നടക്കാറില്ല. ഇവിടെ പക്ഷേ ഇപ്പോഴും കണ്ണൂർ, ഈ കാസർഗോഡ് ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ചെങ്കല്ല് വെട്ടി വെച്ചാണ് കാണാൻ നല്ല രസമുണ്ട്. കടലിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് കുറച്ച് നടന്നു പോകാനുണ്ട്. ഇവിടെ അടുത്തുള്ള ഒരാൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അവിടുത്തെ ഒരു കുളമുണ്ട്. കുളം എനിക്ക് കാണുന്നുണ്ടായിരുന്നു. ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയ കുളമാണെന്നാണ് പറയുന്നത്. അതാണ് ഈ കാണുന്ന കുളം. ഇത് കുളം എന്ന് വെച്ചാൽ വലിയൊരു കുളം തന്നെയാണ്. ഈ നാട്ടിൽ കണ്ണൂരും കാസർഗോഡൊക്കെ ഇങ്ങനെയാണ് കുളം കുത്തുന്നതെന്ന് ഞാൻ കേട്ടത്. ഇങ്ങനെ വലിയ ചെങ്കല്ല് എൻ്റെ ചുറ്റും ഒരു മതിലൊക്കെ കെട്ടിയിട്ട് നടുക്ക് ഇങ്ങനെ കുളം പോലെ. പക്ഷേ നമ്മുടെ തിരുവിതാംകൂർ ഭാഗത്ത് ഇങ്ങനെയൊന്നും അധികം കാണാറില്ല. ഈ ഭാഗത്ത് ചെങ്കല്ല് കൂടുതലായിരുന്നായിരിക്കാം ഇങ്ങനെ സംഭവം ചെയ്യുന്നത്. വളരെ മനോഹരമാണ് ഇത് കാണാൻ. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് പേടിയാവും. കാരണം ഇത്രയും വലിയ ഭീമാകരമായ ഒരു രണ്ട് മതിലിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ പോകുമ്പോൾ, അത് നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ, പിന്നെ നമ്മൾ ഈ സിനിമയെ കണ്ട ഓരോ കാര്യങ്ങൾ കണ്ടല്ലോ, കുളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കയറി പെട്ടെന്ന് വന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് ഓർത്തുകൊണ്ടാണ് ഞാനീ പോണത്. ഈ ചെങ്കല്ല് കുറേയൊക്കെ പരസ്പരം ചെങ്കല്ലില്ല, അതിങ്ങനെ എന്താ പറയുക റാമ്പ് പോലെ ആയിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ വീണ് പോകാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും കുളത്തിൽ വെള്ളം നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ എനിക്ക് അവിടെ അധികം നിൽക്കാൻ തോന്നിയില്ല. അത് പേടി എന്നുള്ള ഫാക്ടറല്ല, നമുക്ക് ആരുമില്ല. പിന്നെ ഇത്രയും വലിയൊരു മതിലിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ ഉള്ളൊരു രസമില്ലായ്മയൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന് രണ്ട് പേർക്ക് കുളിക്കാനൊക്കെയാണ് രസമാണ്. അല്ലാണ്ട് നമ്മൾ പരിചയമുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം അത്രയേ ഉള്ളൂ. ഇത് കാണാൻ നല്ല മനോഹരമാണ്. കുളമാണ്, പഴയ കുളമാണ്. ടിപ്പു സുൽത്താൻ പണിതാന്ന് തോന്നുന്ന കുളം. കുളം കണ്ടു കഴിഞ്ഞിട്ട് കടൽ കാണാൻ വേണ്ടി തിരിക്കാനുണ്ടായത്. അപ്പോൾ അവിടെ ചെറിയൊരു സ്നാക്സ് സെൻ്ററൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ
ഇങ്ങനെയുള്ള ഓരോ പോയിൻറ്റ്സ് പല സ്ഥലത്തുണ്ട് ഇറങ്ങി കാണാൻ പാകത്തിനുള്ള. ഈ കാണുന്ന ഹോൾസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെടിവെക്കാൻ വേണ്ടി തന്നെ ഉള്ളതാണ്. എൻ്റെ കുറേ കാണുന്ന പലതരം ഹോൾസാണ്. ഞാൻ പറഞ്ഞ മുകളിലത്തെയും നടുക്കത്തെയും അടിയിലത്തെയും ഹോൾസ് വഴിക്കാണ് ഒരു വെടി വെച്ചിരിക്കുന്നത്. മുകളിലത്തെ ദൂരെ നിന്ന് തന്നെ ആൾക്കാരെ വെടിവെക്കാൻ, നടുക്കത്തെ കുറച്ചടുത്ത് ഏറ്റവും അടിയിലത്തത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളെ വെടിവെക്കാൻ ഉള്ള ഒരു ഹോളാണ് ഈ കാണുന്നത്. ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളാകുമ്പോൾ തൊട്ടടുത്ത സ്ഥലങ്ങൾ നമ്മൾ എപ്പോഴും യുദ്ധമായിരിക്കും. അപ്പോൾ അവിടെ എല്ലാം ഇതേപോലെ പേടിച്ചിട്ട് ഇങ്ങനെ ഓരോ സംരക്ഷിത കവചങ്ങളിൽ ഏർപ്പെടുത്തേണ്ടി വരുന്നത്. അത് പണ്ടത്തെ കാലത്ത് ഇങ്ങനെയായിരുന്നു. എല്ലാവരും കോട്ട കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ അക്യൂർ ചെയ്തിട്ട് സാമ്രാജ്യം വികസിപ്പിക്കാൻ നോക്കുമ്പോൾ അവിടെ യുദ്ധങ്ങളുണ്ടാകുന്നു. അങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് വെടിവെച്ചത്. ഇങ്ങനെ പല സ്ഥലങ്ങളുണ്ടാവും, അങ്ങോട്ട് പോയി കുറേ ഉണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങനെ മറ്റേ പടക്കോപ്പ് അല്ല വെടിക്കോപ്പായിട്ട് നിന്നിട്ട് കാനൻ ബോട്ട്സൊക്കെ വെച്ചിട്ട് ഇവിടുന്ന് ഫയർ ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് തന്നെ കപ്പലിൽ കയറി അവർ മരിച്ചു കപ്പൽ ചെയ്തുണ്ടാവുക ചെയ്യും. അതാണ് ഇവിടുത്തെ ഒരു ഐഡിയ. സോ ഞാനിവിടെ ഈ വീഡിയോ നിർത്തുകയാണ്. ബേക്കൽ ഫോർട്ട് അത്യാവശ്യം കണ്ടെന്ന് തോന്നുന്നു. സോ ബാക്കി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം, വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം. സോ വീഡിയോ കണ്ടവർക്ക് നന്ദി. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു വെരി മച്ച്. ബോംബെ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമൊന്നും ഞാൻ കണ്ടില്ല. എനിക്ക് പെട്ടെന്ന് പോകാനുള്ള തിരക്കുള്ളായിരുന്നു. ഞാനൊരു പ്രോജക്റ്റ് കാണാൻ വേണ്ടി കൂടി അവിടെ വന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഞാനും ആ കമ്പനിയുടെ ആൾക്കാർ കൂടി ആ പ്രോജക്റ്റുള്ള ഏരിയയിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നൊരു 10-15 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് ആ പ്രോജക്റ്റ്. കുറച്ച് വീടുകൾ പണിയുന്ന പ്രോജക്റ്റാണ്. ഇവിടെ ഫുള്ള് ചെങ്കല്ലുകൊണ്ടാണ് ചെയ്തേക്കുന്നത്. ഈവൻ തറ പോലും, ഫൗണ്ടേഷൻ പോലും ചെങ്കല്ല് വെച്ചാണ്. എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം DPC ഒന്നും അവിടെ ഇല്ലാണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുമായിരിക്കും. കാരണം അവിടെ വാട്ടർ ക്ലോഗ് ഏരിയ ഒന്നും അല്ലാത്താരും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഏരിയയാണ്. ഇവിടെ തെങ്ങും കവുങ്ങും ഒക്കെയാണ് അധികം കൂടുതലുള്ളത്. വയലുകൾ അധികം ഇല്ല. പിന്നെ നല്ല വെയിലാണ്. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു ഇവിടെ. ആ വെയിൽ ഏറ്റവും ഞാൻ ശരിക്കും വാടിത്തളർന്ന് ഉണങ്ങി ഒന്നുമില്ലാണ്ടായിപ്പോയി എന്ന് പറയാം. ഈ വീടുകളൊക്കെ ഒരു സാധാരണ വീടാണ്. ഒരു 700 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുകളാണ്. പക്ഷേ ഇതിൽ ചെങ്കലാണ് മെയിനായിട്ട്. കോൺക്രീറ്റ് ഏരിയ വളരെ കുറവാണ്. അപ്പോൾ കോൺക്രീറ്റ് വരേണ്ട സ്ഥലങ്ങളിൽ പോലും കോൺക്രീറ്റ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കിതിൽ അത്ര നല്ല കൺസേൺ ആണെന്ന് എനിക്കറിയില്ല. എനിവേ വീഡിയോ കണ്ടതിൽ ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു.